എത്ര ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ. രാത്രി 10 മണിയായാലും ശരി തന്നെ. ദാഹജലം ഇല്ലെങ്കിലും ഞങ്ങൾ കടന്ന് ഇരുന്ന് വോട്ട് ചെയ്തിട്ടേ പോവുള്ളൂ. ഇപ്പോഴും ഏകദേശം മണി 8 എന്നിട്ട് പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയിട്ടില്ല. ഞങ്ങൾ വളരെ 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 ഈ വെയിലത്തും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വോട്ടിങ്ങിന് വേണ്ടി തന്നിരിക്കുന്നത്. ഇവിടെ വന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ലാഗിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. മെഷീൻ്റെ കംപ്ലൈൻ്റ് അല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ലാഗിങ് ആണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. ബാലരാമപുരത്തെ പോളിംഗ് ബൂത്തിൽ രാത്രി വൈകിയും വോട്ട് ചെയ്യാനുള്ളവരുടെ നീണ്ട ക്യൂ. ബാലരാമപുരം മംഗലത്തുകോണം LMS LP സ്കൂളിൽ രാത്രി 8 മണി കഴിഞ്ഞും വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിരയാണ്. സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ വലിയൊരു നിരയാണ് മണിക്കൂറുകളോളം വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നത്. മണിക്കൂറുകളോളം കാത്തു നിൽക്കാൻ കഴിയാതെ വോട്ട് ചെയ്യാതെ മടങ്ങിയവരും നിരവധിയാണ്. ഞങ്ങളുടെ ഒരു 9 മണിക്ക് വന്നപ്പോഴും നല്ല ക്യൂവിലാണ് ആൾക്കാർ. എന്നാൽ തന്നെ 2-3 പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നതാണ്. എന്നപ്പോഴും ഈ ക്യൂവിൽ യാതൊരു മാറ്റവുമില്ല. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കാരെ അവർ സംസാരിക്കുകയും ഓഫീസർ സംസാരിക്കുകയും മേൽ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അവർ ഈ സമയം വരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് അറിയാൻ പറ്റില്ല. ആ ക്യൂ അങ്ങനെ തന്നെ നിലപോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഏകദേശം മണി 8 എന്നിട്ട് പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയിട്ടില്ല. ഞങ്ങൾ വളരെ 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 ഈ വെയിലത്തും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വോട്ടിങ്ങിന് വേണ്ടി തന്നിരിക്കുന്നത്. പക്ഷേ ഈ 4-ാം ബൂത്തിലും ഈ 5-ാം ബൂത്തിലും ഒരേ ശതമാനമുള്ള വോട്ടാണ്. ഏകദേശം 1370 വോട്ടോളം വരും. ഈ 4-ാം ബൂത്തിൽ കൃത്യമായിട്ട് 6:15 മണിക്ക് തന്നെ വോട്ട് അവിടെ സമാപിച്ചു. നമ്മൾ പല പ്രാവശ്യം അവിടെ ഈ വോട്ടിങ്ങിന് വന്ന് ഞങ്ങളവരെ കയറി ചോദിച്ചു. ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അവർ ഞങ്ങളോട് ചാടി കയറാനാണ് നിൽക്കുന്നത്. 5 മണിക്ക് വന്നതാണ്. 5 മണിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും കൊണ്ട് വന്നിട്ട് ഇവിടെ ഇത്രയും സമയമായിട്ടൊരു കുടിവെള്ളം പോലും തരാൻ ഇവിടെ ആരുമില്ല. ആഹാരം കഴിച്ചു എന്ന് വയ്ക്കാൻ ആരുമില്ല. ദാഹജലം കൊടുക്കും വാവിട്ട് ചോദിച്ച് വെളിയിലുള്ള ആൾക്കാരെ വരുത്തി ഞങ്ങൾ ദാഹജലം കുടിച്ചുകൊണ്ട് ഇത്രയും സമയം വരെ നിൽക്കുകയാണ്. എന്നിട്ട് ഒരു മോചനം ഇവിടെ തരാൻ രാഷ്ട്രീയക്കാർ ആരുമില്ല, ഗവൺമെൻറ് ആരുമില്ല, പോലീസുകാരോ പട്ടാളോ ആരുമില്ല ഞങ്ങൾക്ക് പച്ചവെള്ളം തരാൻ. വൈകാ കാരണം ഈ ഡിപ്പാർട്ട്മെന്റ് ആരാണ്? എന്ത് പറയും? നമ്മൾ ചോദിക്കും പറയണത് ഇപ്പൊ ചെയ്യാം ഇപ്പൊ പോകും എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ മറുപടി പറയാനില്ല. എന്നിട്ട് പോലീസ് വരുമ്പോൾ പറയും മാറി നിൽക്കാൻ പറയും, വരിയ നിൽക്കാൻ പറയും. നമ്മൾ വരിയ നിൽക്കുന്നു. വീണ്ടും കാട് തടർന്ന് വീണ്ടും ഇവരടുത്തിരിക്കുമ്പോൾ പറയും ഇതാ വിളിക്കുന്നു പറയും. വീണ്ടും ഒഴിക്കുമ്പോൾ അതല്ല. ആ സ്ഥിതിയിലാണ് നമ്മുടെ ജീവിതം. വേർത്ത് പിടിച്ച് നമ്മളിവിടെ കിടക്കുകയാണ് വോട്ട് ചെയ്യാൻ. വെയിലോ അറിയാമല്ലോ ചൂടിന്റെ ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞിവിടെ. ഇത്രയും പ്രതികരിക്കാൻ അവർ ആരുമില്ല. ഒരു ഗവൺമെന്റ് ഇല്ല, ഒരു പോലീസ് ഇല്ല, ഒരു പട്ടാളം ഇല്ല, രാഷ്ട്രീയക്കാർ ആരുമില്ല. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. ഇപ്പോൾ വോട്ട് ചെയ്യും. എത്ര മണിയായിരുന്നാൽ എത്ര ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ. രാത്രി 10 മണിയായാലും ശരി തന്നെ. ദാഹജലം ഇല്ലെങ്കിലും ഞങ്ങൾ കടന്ന് ഇരുന്ന് വോട്ട് ചെയ്തിട്ടേ പോവുള്ളൂ. ഒരു തണലില്ല, ഒരു പന്തലില്ല, ഒരു ടാർപ്പ കെട്ടിട്ടില്ല. ജീവിതത്തില് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു തീരുമാനം. ഇവിടെ വന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ലാഗിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. മെഷീൻ്റെ കംപ്ലൈൻ്റ് അല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ലാഗിങ് ആണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 6 മണിക്ക് പൂർത്തീകരിക്കേണ്ടത് 8:30 മണിയായിട്ടും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ ഈ വോട്ടർമാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇവിടെ ഉണ്ടായത്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞിട്ടുള്ളത് ഇതിന് മെഷീൻ്റെ ഒരു കംപ്ലൈൻ്റ് അല്ല, ഇത് എല്ലായിടത്തും ഉള്ളതാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ഒരു ലാഗിങ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു. 2 മണിക്കൂറോളം ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി 2.5 മണിക്കൂറോളം 2.5 മണിക്കൂറോളം നിൽക്കേണ്ട ഒരു സമയം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇവിടെ. ഭയങ്കരമായ അസാധ്യമായ ചൂട് ഉണ്ടായിട്ട കാലഘട്ടത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ചെയ്തത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് വോട്ട് ചെയ്യാതെ പോയവരുമുണ്ട്. ക്യൂവിൽ നിൽക്കാൻ പഠിച്ചു തന്നെ. ഇത്രയും മണിക്കൂർ 2 മണിക്കൂറോളം നിൽക്കാൻ പഠിച്ചാണ് അവരെല്ലാം പോയത്. മേടച്ചൂടിനെ പ്രതിരോധിച്ച് മണിക്കൂറുകളോളം കാത്തുനിന്നാണ് പലരും സമ്മതിദാന അവകാശം വിനിയോഗിച്ച് മടങ്ങിയത്.